വന്യമായ ഒരു വനത്തിൽ വേനലിന്റെ കൊടുംവെയിലിൽ വരണ്ട മണ്ണും കരിഞ്ഞ പുല്ലും നിറഞ്ഞ ഒരിടത്ത് രണ്ട് പുള്ളിപ്പുലികൾ നടക്കുന്നു, അല്ലേ? ആൺപുലിയുടെ പേര് ഷേർ, ശക്തനായ ഒരു പുലി. പക്ഷേ ദാഹം കൊണ്ട് കണ്ണുകൾ ക്ഷീണിച്ചിരിക്കുന്നു. പെൺപുലിയുടെ പേര് സീത. അവളുടെ രോമങ്ങൾക്ക് പഴയ തിളക്കം നഷ്ടപ്പെട്ടു. നാവ് പുറത്തിട്ട് ശ്വാസം വലിച്ചുവിടുന്നു. വെയിൽ കനത്തു നിൽക്കുന്നു. ഓരോ അടിയും മണ്ണിൽ വ്യക്തമായ പാദമുദ്രകൾ അവശേഷിപ്പിക്കുന്നു. നടന്ന് നടന്ന് പെട്ടെന്ന് ഒരു ചെറിയ കുളം അവർ കാണുന്നു. ഇന്നലെ പെയ്ത മഴയുടെ അവശേഷിപ്പ് ആ വനത്തിൽ ഒരു അത്ഭുതം പോലെ. ഷേറും സീതയും ഓടിച്ചെന്ന് മണ്ണിന്റെ വക്കിൽ മുട്ടുകുത്തി തണുത്ത വെള്ളം ആർത്തിയോടെ കുടിക്കുന്നു. ഷേർ ഇടയ്ക്ക് തല ഉയർത്തി ചുറ്റും നോക്കുന്നു, ഒരു ജാഗ്രതയോടെ. സീതയോ ദാഹം തീർക്കുന്നതിൽ മുഴുകിയിരിക്കുന്നു. കുറച്ചുനേരം ആ കുളത്തിനരികിലിരുന്ന് രണ്ടുപേരും ആശ്വാസം കണ്ടെത്തുന്നു. പക്ഷേ അവർ അറിയാതെ ഒരു അപകടം പതുങ്ങി വരുന്നുണ്ട്, അല്ലേ? ഒരു വലിയ മലപ്പാമ്പ് കാളി, 3 മീറ്ററിലേറെ നീളമുള്ളവൻ കുറ്റിക്കാട്ടിൽ നിന്ന് ഇഴഞ്ഞു വരുന്നു. അവന്റെ കറുത്ത തോല് വെയിലിൽ എണ്ണ പോലെ തിളങ്ങുന്നു. നാവ് പുറത്തിട്ട് അവൻ ഷേറിന്റെയും സീതയുടെയും മണം പിടിക്കുന്നു. ഓരോ തവണ ഇഴയുമ്പോഴും മണ്ണ് ഒരു നേർത്ത വിറയലോടെ കുലുങ്ങുന്നു. സീത പെട്ടെന്ന് പിന്നിൽ ഒരു ശബ്ദം കേൾക്കുന്നു. അവൾ തിരിഞ്ഞു നോക്കുന്നു, കൗതുകത്തോടെ. ഭയമില്ലാതെ അവൾ കാളിയുടെ അടുത്തേക്ക് നടക്കുന്നു. അവന്റെ കനത്ത കഴുത്ത് മണപ്പിക്കാൻ തല താഴ്ത്തുന്നു. കാളി നിന്നു. തല ഒരു ചെറിയ വെട്ടലോടെ മുന്നോട്ടും പിന്നോട്ടുമാട്ടുന്നു, ഒരു മുന്നറിയിപ്പ് പോലെ. പക്ഷേ സീത കളിമോഹിച്ചു. ഒന്നും വകവയ്ക്കാതെ കാളിയെ ചുറ്റിപ്പറ്റി നടക്കുന്നു. പെട്ടെന്ന് അവൾ കാളിയുടെ തലയിൽ ഒരു ചെറിയ കടി കൊടുക്കുന്നു. പിന്നെ വിടുന്നു, ഒരു കളിതമാശ പോലെ. കാളിക്ക് ഇതൊട്ടും രസിച്ചില്ല. അവൻ ദേഷ്യത്തോടെ ശരീരം വളച്ചു. ഓരോ പേശിയും ഒരു ഭീഷണിയോടെ മുറുകുന്നു. ഷേർ ഉടനെ ഒരു മുരൾച്ചയോടെ മുന്നറിയിപ്പ് നൽകുന്നു. പക്ഷേ സീത ഇപ്പോഴും കളിയിൽ മുഴുകിയിരിക്കുന്നു, അപകടം മനസ്സിലാക്കാതെ. പെട്ടെന്ന് കാളി ആക്രമിക്കുന്നു. അവന്റെ ശരീരം ഒരു മിന്നലിന്റെ വേഗത്തിൽ സീതയെ ചുറ്റിവരിഞ്ഞു. സെക്കൻഡുകൾക്കുള്ളിൽ അവളെ കെട്ടിപ്പിടിച്ച് ഞെക്കാൻ തുടങ്ങുന്നു. സീത ഒരു ഉറക്കെ അലർച്ചയോടെ കുതറുന്നു. അവളുടെ ശരീരം കാളിയുടെ മരണപ്പിടിയിൽ കുടുങ്ങിയിരിക്കുന്നു. വായ് തുറന്നു, കോമ്പുകൾ പുറത്തു കാണിക്കുന്നു. പക്ഷേ ഒന്നിനും കഴിയുന്നില്ല. കാളി കൂടുതൽ ശക്തിയോടെ ഞെക്കുന്നു. സീതയുടെ ശ്വാസം ഒരു നേർത്ത ഞരക്കത്തോടെ ദുർബലമാകുന്നു. ഷേർ ദേഷ്യത്തോടെ അലറുന്നു. കാളിയെ ചുറ്റിപ്പറ്റി ഓടുന്നു, രക്ഷിക്കാൻ ശ്രമിക്കുന്നു. അവൻ കാളിയെ കടിക്കാൻ നോക്കുന്നു. പക്ഷേ എല്ലാം വെറുതെ. കാളിയുടെ പീട്ടി കൂടുതൽ മുറുകുകയാണ്. സീതയുടെ കണ്ണുകൾ വലുതായി തുറക്കുന്നു, പിന്നെ പതിയെ അടയുന്നു, ഒരു തീവ്രമായ വേദനയോടെ. ഷേർ ഒരു നിസ്സഹായനെ പോലെ വനത്തിനു മുഴുവൻ കേൾക്കെ അലറുന്നു. അവന്റെ കൂട്ടുകാരി പതിയെ മങ്ങുന്നത് കാണുമ്പോൾ ഷേർ വേദനയോടെ ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നു. കാളിയോ ഒരു യന്ത്രം പോലെ തന്റെ ഇരയെ പൂർണ്ണമായി ഞെക്കിത്തീർക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ അലർച്ച ഒരു അത്ഭുതം കൊണ്ടുവരുന്നു, അല്ലേ? അടുത്തുള്ള 2 വനപാലകർ, അനിൽ, ഒരു വന്യജീവി വിദഗ്ധൻ, മീര, ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥ ശബ്ദം കേൾക്കുന്നു. അവർ ഒരു വാഹനത്തിൽ വനത്തിലൂടെ പട്രോളിംഗ് ചെയ്യുകയാണ്. നീ ഈ ശബ്ദം കേട്ടോ? മീര ചോദിക്കുന്നു. ചെവി ഒന്ന് കൂർപ്പിച്ചു. അനിൽ തലയാട്ടി വണ്ടി ശബ്ദത്തിന്റെ ദിശയിലേക്ക് വിടുന്നു. അവിടെ എത്തുമ്പോൾ അവർ ഞെട്ടുന്നു. സീതയെ കാളി ഞെക്കിപ്പിടിച്ചിരിക്കുന്നു. ഷേർ അലറിക്കൊണ്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്നു. അനിൽ വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി മീരയോട് വടിയും ഫസ്റ്റ് എയ്ഡ് കിറ്റും എടുക്ക് എന്ന് പറയുന്നു. ഷേർ മനുഷ്യരെ കണ്ട് ഒന്ന് പിന്മാറുന്നു. പക്ഷേ അടുത്തു തന്നെ നിൽക്കുന്നു, ഒരു സഹായം ചോദിക്കുന്ന പോലെ. മീര വേഗം സ്ഥിതി വിലയിരുത്തുന്നു. ഈ പിടി ഇപ്പോൾ വിടിച്ചില്ലെങ്കിൽ സീത മരിക്കും. അവർ പതിയെ കാളിയെ സമീപിക്കുന്നു. വടികൊണ്ട് ശബ്ദമുണ്ടാക്കി ഭീഷണിപ്പെടുത്തുന്നു. കാളി ദേഷ്യപ്പെടുന്നു. പക്ഷേ അനിലിന്റെയും മീരയുടെയും ധൈര്യം കണ്ട് പിന്മാറാൻ തുടങ്ങുന്നു. അനിൽ കൃത്യമായി കാളിയുടെ കഴുത്തിൽ വടിയമർത്തി സീതയെ ചുറ്റിയ വളയം അയക്കാൻ ശ്രമിക്കുന്നു. മീര ഓരോ വളയവും സീതയുടെ ശരീരത്തിൽ നിന്ന് ഉയർത്തുന്നു. ഷേർ അടുത്തുനിന്ന് നോക്കുന്നു, പക്ഷേ ആക്രമിക്കാൻ ശ്രമിക്കുന്നില്ല. കുറച്ചു നിമിഷങ്ങളുടെ പരിശ്രമത്തിന് ശേഷം കാളി സീതയെ വിട്ടു. ക്ഷീണത്തോടെ കാട്ടിലേക്ക് ഇഴഞ്ഞുപോകുന്നു. സീത അനങ്ങാതെ കിടക്കുന്നു, കാലുകൾ വിറയ്ക്കുന്നു, നീങ്ങാൻ കഴിയാതെ. മീര സീതയുടെ ശ്വാസം പരിശോധിക്കുന്നു. അനിൽ ഒരു മരുന്ന് കിറ്റും സിറിഞ്ചുമെടുക്കുന്നു. ഒരു ദുർബലമായ നാഡിയുണ്ട്, പക്ഷേ ഹൃദയം ഇപ്പോഴും മിടിക്കുന്നു. നമുക്ക് അവളെ രക്ഷിക്കാം, മീര പറയുന്നു. അനിൽ സീതയുടെ വയറ്റിലെ ഞെക്കലിന്റെ പാടുകൾ തുടയ്ക്കുന്നു. മീര ഒരു ശ്വാസനാളി ഘടിപ്പിക്കുന്നു. കാത്തിരിക്കാൻ സമയമില്ല. അനിൽ ഒരു രക്തചംക്രമണത്തെ പിന്തുണയ്ക്കുന്ന കുത്തിവയ്പ് നൽകുന്നു.
മീര സീതയുടെ വായിൽ അല്പം വെള്ളം തളിക്കുന്നു. ആ ദുർബലമായ ജീവനെ ഉണർത്താൻ ശ്രമിക്കുന്നു. നിശബ്ദതയിൽ വെയിലിനു കീഴെ രണ്ടുപേരും കാത്തിരിക്കുന്നു. പെട്ടെന്ന് സീതയുടെ പിന്നിലെ കാലൊന്ന് വെട്ടുന്നു. ഒരു ചെറിയ പ്രതീക്ഷ. മീര ആശ്വാസത്തോടെ ശ്വാസം വിടുന്നു. അനിൽ മന്ത്രിക്കുന്നു. മരുന്ന് ജോലി ചെയ്യാൻ തുടങ്ങി. ഷേർ അടുത്തേക്ക് വരുന്നു. സീതയുടെ കവിളിൽ നക്കി തന്റെ കൂട്ടുകാരിയെ ഉണർത്താൻ ശ്രമിക്കുന്നു. സീതയുടെ കണ്ണുകൾ പതിയെ തുറക്കുന്നു. ചുറ്റും ആശയക്കുഴപ്പത്തോടെ നോക്കുന്നു. മീര സന്തോഷിക്കുന്നു, പക്ഷേ സുരക്ഷിതമായ ദൂരം പാലിക്കുന്നു. സീത ശ്വാസം വലിച്ചുവിടുന്നു. പിന്നെ കുറച്ചുനേരം അനങ്ങാതെ കിടക്കുന്നു, ഒരു ഊർജം വീണ്ടെടുക്കുന്ന പോലെ. അനിൽ സമയം നോക്കി നമുക്ക് പോകാം എന്ന് പറയുന്നു. അവൾ ഓക്കെയാകും. അവന്റെ കണ്ണുകൾ മിന്നുന്നു. മീര മരുന്നുകൾ പാക്ക് ചെയ്യുന്നു. അനിലിനൊപ്പം വാഹനത്തിലേക്ക് മടങ്ങുന്നു. അവർ അല്പനേരം വണ്ടിയിലിരുന്ന് ദൂരെ നിന്ന് ഷേറിനെയും സീതയെയും നോക്കുന്നു, ഒരു സ്നേഹത്തോടെ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വനത്തിലേക്ക് തിരിച്ചു പോകുന്നു. പക്ഷേ അവരുടെ മുഖത്ത് ഒരു വികാരം ഇപ്പോഴും നിൽക്കുന്നു, ഒരു ജീവനെ രക്ഷിച്ചതിന്റെ നിർവൃതി. സീത പതിയെ എഴുന്നേൽക്കുന്നു. വേദനയുണ്ടെങ്കിലും ജീവന്റെ വക്കിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുന്നു. ഷേർ അവളുടെ അടുത്തു തന്നെ സീതയുടെ ഓരോ ചലനവും ശ്രദ്ധിക്കുന്നു. രണ്ടുപേരും ആ കുളത്തിനരികിൽ നിന്ന് പതിയെ നടക്കാൻ തുടങ്ങുന്നു, മണ്ണിൽ കുഴഞ്ഞ പാദമുദ്രകൾ അവശേഷിപ്പിച്ച്. അവർ നിന്നു, പരസ്പരം നക്കി, ഒരു നന്ദി പറയുന്ന പോലെ. വൈകുന്നേരത്തിന്റെ ചുവന്ന ആകാശത്തിന് കീഴെ അവരുടെ പുള്ളികളുള്ള രോമങ്ങൾ മഞ്ഞ നിറത്തിൽ തിളങ്ങുന്നു. ഇപ്പോൾ വേട്ടയാടാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ ജീവനോടെയുണ്ട്, ഒരുമിച്ചുണ്ട്. കാളി എവിടെയോ മറഞ്ഞു, പക്ഷേ ആ ഓർമ്മ സീതയുടെ മനസ്സിൽ എന്നും നിൽക്കും. രണ്ടുപേരും വനത്തിന്റെ തണലുള്ള ഒരു ഭാഗത്തേക്ക് നടക്കുന്നു, രാത്രിക്ക് അഭയം തേടി. ആ കുളം ഇപ്പോൾ ശാന്തമാണ്. വെള്ളത്തിൽ ചുവന്ന ആകാശം പ്രതിഫലിക്കുന്നു. പ്രകൃതി നൽകുകയും തിരിച്ചെടുക്കുകയും ചെയ്യുന്നു, ഒരു ക്രൂരമായ പക്ഷേ നീതിയുള്ള രീതിയിൽ. അതാണ് ഈ വന്യമായ വനത്തിന്റെ നിയമം. പക്ഷേ ഈ നിയമങ്ങൾക്കിടയിൽ ജീവന്റെയും സ്നേഹത്തിന്റെയും കഥകൾ പിറക്കുന്നു. അനിലും മീരയും തങ്ങളുടെ ക്യാമ്പിലേക്ക് മടങ്ങുന്നു. ആ ദിവസത്തെ സംഭവങ്ങൾ ഡയറിയിൽ രേഖപ്പെടുത്തുന്നു. നമ്മൾ അവളെ രക്ഷിച്ചു, അനിൽ. മീര ഒരു പുഞ്ചിരിയോടെ പറയുന്നു. അനിൽ തലയാട്ടുന്നു. ഒരു മറക്കാനാകാത്ത ദിവസം. ഇതൊരു ജോലി മാത്രമല്ല, ഒരു മനോഹരമായ കാര്യമാണ്. ഈ വനം ഇനിയും വെയിൽ കൊള്ളും, ജീവൻ ഇനിയും പരീക്ഷിക്കപ്പെടും. പക്ഷേ അനിലിനെയും മീരയെയും പോലുള്ളവർ ഉള്ളിടത്തോളം വന്യജീവനുകൾക്ക് ഒരു അവസരം കൂടി കിട്ടും. സീതയുടെ ഞെക്കലിന്റെ മുറിവുകൾ ഉണങ്ങും, പക്ഷേ ഷേറിനോടുള്ള അവളുടെ സ്നേഹം എന്നും നിലനിൽക്കും. ഈ വന്യമായ ഭൂമിയിൽ ചിലപ്പോൾ ഒരു ചെറിയ പ്രവൃത്തി മതി, ഒരു വിധി മാറ്റാൻ. ഷേറും സീതയും അവരുടെ യാത്ര തുടരുന്നു, നിശബ്ദമായി എന്നത്തേക്കാളും ശക്തരായി. ഈ വനത്തിന്റെ പുസ്തകത്തിൽ ജീവന്റെ മറ്റൊരു താൾ കൂടി എഴുതപ്പെട്ടിരിക്കുന്നു. പുതിയ ഒരു ദിവസം തുടങ്ങുന്നു, വന്യമായ പക്ഷേ പ്രതീക്ഷ നിറഞ്ഞ ഒരു ഭൂമിയിൽ.